അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തു. നമുക്ക് കഴിഞ്ഞ വർഷം നടന്ന ഇതുപോലെയുള്ളൊരു ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാം. ഇതിലെ പല ചോദ്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നതിനാൽ ഇതിലെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ചോദ്യം വായിക്കും, പിന്നീട് ഇതിൻ്റെ ഉത്തരം പറയും. ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ ഉത്തരം പറയും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് വിലയിരുത്തുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം 1 യോജിപ്പിക്കാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫൽ കൂഫി, ഇമാമു ദാരിൽ ഹിജ്റ, അൽ ഇമാമു ഷാഫി, അബുൽ മൻസൂർ മാത്തൂരിദി. അതിൻ്റെ ഉത്തരങ്ങളായിട്ട് ഇമാം മാലിക്, ഇമാമുൽ ഹുദ, താബിയുകളിൽ പെട്ടവർ, ബനു ഹാഷിം, ഖുറൈശി പണ്ഡിതൻ. ഈ ഉത്തരങ്ങൾ ആ ചോദ്യങ്ങൾക്ക് നേരെ എഴുതണം. ഓരോന്നിനും അനുയോജ്യമായ ഉത്തരം എഴുതുക. ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഞാൻ ഉത്തരങ്ങളിലേക്ക് കടക്കുകയാകുന്നു. 1 അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബനു ഹാഷിം ആകുന്നു. 2 അബൂ ഹനീഫൽ കൂഫി. അബൂ ഹനീഫൽ കൂഫി എന്നവർ താബിഉകളിൽ പെട്ട ആളാണ്. താബി എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ പിൻപറ്റിയവരാണ്. സ്വഹാബികളെ നേരിൽ കാണുകയൊക്കെ ചെയ്തവരാണ്. അവരിൽ നിന്നും ഹദീസ് സ്വീകരിക്കുകയൊക്കെ ചെയ്തവരാണ് താബി. അപ്പോൾ താബികളിൽ പ്രധാനിയാണ് അബൂ ഹനീഫൽ കൂഫി. 3 ദാറുൽ ഹിജ്റ. ഇമാം ദാറുൽ ഹിജ്റ എന്ന് അറിയപ്പെടുന്നത് ഇമാം മാലിക് ആകുന്നു. ഇമാം മാലിക്കിൻ്റെ പേരിൽ തന്നെ ഇമാം ദാറുൽ ഹിജ്റ എന്ന് കൊണ്ടുവരാറുണ്ട്. 4 അൽ ഇമാമു ഷാഫി റളിയല്ലാഹു അൻഹു. ഖുറൈശി പണ്ഡിതനാണ്. ഷാഫി റളിയല്ലാഹു അൻഹു ഖുറൈശി പണ്ഡിതൻ എന്നാണ് അതിനുത്തരം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുറൈശി പണ്ഡിതനാണ്. അബുൽ മൻസൂറിൽ മാത്തൂരിദി എന്നവർ ഇമാമുൽ ഹുദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബനു ഹാഷിം, അബൂ ഹനീഫൽ കൂഫി താബികളിൽ പെട്ടയാളാണ്. ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക്, അൽ ഇമാമു ഷാഫി റളിയല്ലാഹു അൻഹു ഖുറൈശി പണ്ഡിതൻ, അബുൽ മൻസൂറിൽ മാത്തൂരിദി ഇമാമുൽ ഹുദ. ചോദ്യം 2ലേക്ക് കടക്കാം. ശരിക്ക് നേരെ ശരി അടയാളപ്പെടുത്താനാണ് പറഞ്ഞു കേട്ടോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ബാഗ്ദാദിൽ, ഖറാഫയിൽ, കൂഫയിൽ. 2 ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സമാഹരണം. ചോദ്യം 2 ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സമാഹാരം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സമാഹാരം. ഔസത്ത്, ബുഖാരി, മുവത്ത. ശരി, അതിന് നേരെ ടിക്ക് ചെയ്യാം. ഉത്തരം ഞാൻ ലാസ്റ്റ് പറയും. 3 ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ട സഹാബി. ഇമാം അബൂ ഹനീഫ കണ്ട സ്വഹാബി. അനസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു,
സഅദ് റളിയല്ലാഹു അൻഹു. 4 മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറായിരുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറായിരുന്നത് യമനിൽ, ഡമസ്കസിൽ, മക്കയിൽ. 5 ബിഇർ റുമാത്ത് സംഭാവന ചെയ്തത്. ഓപ്ഷൻ എ ഷാഫി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അലി റളിയല്ലാഹു അൻഹു. ശരിയായതിനെ ടിക്ക് ചെയ്യാം. നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും ശരിയായ ഉത്തരം തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഉത്തരം ഞാൻ പറയാം, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം വിലയിരുത്തുക. ചോദ്യം 1ൻ്റെ ആൻസർ: ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഖറാഫയിലാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഖറാഫയിലാണ്. 2 ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സമാഹാരം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സമാഹാരം മുഅത്ത എന്ന കിതാബാകുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സമാഹാരം. 3 ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ട സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ട സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. 4 മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറായിരുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറായിരുന്നത് ഡമസ്കസിലാണ്. 5 ബിഇർ റുമ സംഭാവന ചെയ്തത്. ബിഇർ റുമ സംഭാവന ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കോളങ്ങൾ പൂർത്തിയാക്കാം. പിതാവ്, മാതാവ്, വഫാത്തിൻ്റെ വർഷം എന്നീ 3 കോളങ്ങളാണ് ഓരോ ചോദ്യത്തിൻ്റെയും നേരെ നൽകിയിട്ടുള്ളത്. ഓരോ ചോദ്യത്തിൻ്റെയും നേരെ പിതാവ്, മാതാവ്, വഫാത്തിൻ്റെ വർഷം എന്നീ 3 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 3 കോളങ്ങളെയും നിങ്ങൾ ഫില്ല് ചെയ്യണം, പൂർത്തിയാക്കണം. ചോദ്യം 1: അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്, മാതാവ്, വഫാത്തിൻ്റെ വർഷം. ഇതിൽ വഫാത്തിൻ്റെ വർഷം തന്നിട്ടുണ്ട് ഹിജ്റ 13. മാതാവും പിതാവും നിങ്ങൾ എഴുതുക. 2 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്, മാതാവ്, വഫാത്തിൻ്റെ വർഷം. ഇതിൽ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. 3 അൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്, മാതാവ്, വഫാത്തിൻ്റെ വർഷം. ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം 3 കോളങ്ങൾ പൂർത്തിയാക്കാം എന്നുള്ളതിലെ ഉത്തരം: 1 അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് സൽമ റളിയല്ലാഹു അൻഹ. അദ്ദേഹം വഫാത്തായത് ഹിജ്റ 13-ാം വർഷം, ഹിജ്റ 13. 2 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ത്വാലിബ്, മാതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വഫാത്തിൻ്റെ വർഷം ഹിജ്റ 40. 3 അൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഇദ്രീസ് റളിയല്ലാഹു അൻഹു, മാതാവ് ഫാത്തിമ. വഫാത്തിൻ്റെ വർഷം ഹിജ്റ 204. ഹിജ്റ 204 അൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വഫാത്തായിരിക്കുന്നത്. നമുക്ക് ചോദ്യം 4ലേക്ക് കടക്കാം. വ്യക്തമാക്കാം. ഇവർ ആര് എന്നാണ് ചോദ്യം. 4-ൽ 1 ഉസൂലുൽ ഫിഖ്ഹ്
എന്ന വിഷയത്തിൽ ആദ്യമായി കിതാബ് രചിച്ചത്? വിഷയം ഉസൂലുൽ ഫിഖ്. ആ ഒരു വിഷയത്തിൽ ആദ്യമായി കിതാബ് രചിച്ചത് ആര് എന്നാ ചോദ്യം കേട്ടോ. ഉത്തരം അവസാനം പറയും. 2 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. 4-ൽ 2. മുറഹിബിൻ്റെ കോട്ടവാതിൽ പറിച്ചെടുത്തു പരിചയായി ഉപയോഗിച്ചത് ആര് എന്നാണ്. മുറഹിബിൻ്റെ കോട്ടവാതിൽ പറിച്ചെടുത്തു പരിചയായി ഉപയോഗിച്ചത് ആര്? 3. അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടത്? അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടത്. ചോദ്യം 4. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? ചോദ്യം 5. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഉസൂലുൽ ഫിഖ് എന്ന വിഷയത്തിൽ ആദ്യമായി കിതാബ് രചിച്ചത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആകുന്നു. മുറഹിബിൻ്റെ കോട്ടവാതിൽ പറിച്ചെടുത്തു പരിചയായി ഉപയോഗിച്ചത് അലി റളിയല്ലാഹു അൻഹു ആകുന്നു. 3. അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിന്? ചോദ്യം 4. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് സുഹൈബ് റളിയല്ലാഹു അൻഹു. 4-ൽ 5. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് സുബൈർ റളിയല്ലാഹു അൻഹു. എല്ലാ ചോദ്യങ്ങൾക്കും 2 മാർക്കാണ്. മൊത്തം ശരിയായാൽ 10 മാർക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഉത്തരം എഴുതാം. അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്നു ആർക്ക്? അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്നു ആർക്ക്? 2. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്ത 2 പ്രമുഖർ ആരെല്ലാം? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസ് റിവായത്ത് ചെയ്ത 2 പ്രമുഖർ ആരെല്ലാം? 3. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ എന്ന്? ജനിച്ച സ്ഥലം, ജനിച്ച ഹിജ്റ വർഷം, രണ്ടും എഴുതണം. 4. 3 സഹാബികളെ വധിക്കാൻ ഖവാരിജുകൾ പരിപാടിയിട്ടു. ആ 3 പേർ ആരെല്ലാം? 3 സഹാബികളെ വധിക്കാൻ ഖവാരിജുകൾ പരിപാടിയിട്ടു. ആ 3 പേർ ആരെല്ലാം? അതായത് ആ 3 സഹാബികൾ ആരെല്ലാം? ഖവാരിജുകൾ വധിക്കാൻ തീരുമാനിച്ച ആ 3 സഹാബികൾ ആരെല്ലാം എന്നാണ് ചോദ്യം. 5. കുത്തേറ്റ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത് എന്തായിരുന്നു? കുത്തേറ്റ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? നമുക്കിനി ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്ത 2 പ്രമുഖർ ആരെല്ലാം? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസ് റിവായത്ത് ചെയ്ത പണ്ഡിതന്മാരിൽ ഒരാളാകുന്നു ഇമാം ബുഖാരി, അതുപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുല്ല. അതായത് റഹിമഹുമുല്ല എന്ന് പറയുന്നതിനർത്ഥം അവർക്ക് 2 പേർക്കും അള്ളാഹു കരുണ ചെയ്യുമാറട്ടെ, ദുആ ആണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇവർ 2 പേരാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസ് റിവായത്ത് ചെയ്തത് റഹിമഹുമുല്ല. 3.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത് ഫലസ്തീനിലാണ്. ഹിജ്റ വർഷം 150. 4. 3 സ്വഹാബികളെ വധിക്കാൻ ഖവാരിജുകൾ പരിപാടിയിട്ടു. ആ 3 പേർ ആരെല്ലാം? 1 അലി റളിയല്ലാഹു അൻഹു, 2 മുആവിയ റളിയല്ലാഹു അൻഹു, 3 അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. 5 കുത്തേറ്റ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? കുത്തേറ്റ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? ഏറ്റവും അവസാനത്തെ പൂരിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഹിക്മത്തിൻ്റെ നഗരവും ഡാഷ് അതിലേക്കുള്ള ഡാഷ് 2 10 കൊല്ലവും ഡാഷ് മാസവും ഡാഷ് ദിവസവുമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ഇതിൽ ഒന്നാമത്തേൻ്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. എന്നാലും ഞാനൊന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഹിക്മത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാകുന്നു. നഗരം എന്ന് പറഞ്ഞാൽ പട്ടണം. ഞാൻ ഹിക്മത്തിൻ്റെ പട്ടണവും അലി അതിലേക്കുള്ള കവാടവുമാകുന്നു. 2 10 കൊല്ലവും 6 മാസവും 4 ദിവസവുമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ചരിത്ര പ്രസിദ്ധമായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 10 വർഷവും 6 മാസവും 4 ദിവസവുമാണ്. ഏറ്റവും അവസാനത്തെ ചോദ്യം 2 വീതം എഴുതാനാണ്. 1 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. 2 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന പരിഷ്കാരങ്ങൾ. ഇത് രണ്ടും നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് കണ്ടെത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.